ഇടതുമുന്നണി സർക്കാരിനെ പ്രശംസിച്ച് ലേഖനമെഴുതിയ ഡോക്ടർ ശശി തരൂർ എംപിക്കെതിരെ കോൺഗ്രസിൽ പടപ്പുറപ്പാട്. കേരളത്തിലെ വ്യവസായ രംഗത്ത് ഇടത് സർക്കാരിന്റെ നേതൃത്വത്തിലുണ്ടായ വികസനം അക്കമിട്ട് നിരത്തി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ശശി തരൂർ എഴുതിയ ലേഖനമാണ് വിവാദമായത്. കോൺഗ്രസ് നേതൃത്വം ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നെങ്കിലും നിലപാട് തിരുത്തില്ല എന്നാണ് തരൂരിന്റെ പ്രതികരണം. വികസന മുരടിപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി നിയമസഭയിലും പുറത്തും സർക്കാരിനെതിരെ കോൺഗ്രസ് പൊരുതുമ്പോഴാണ് എതിരാളിക്ക് പരിചയ നൽകി തരൂരിന്റെ രംഗപ്രവേശനം. നിയമസഭയിലെ ബജറ്റ് ചർച്ചയിൽ മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ കേരളം മുന്നേറിയെന്ന അവകാശവാദത്തെ പരിഹസിച്ചിരുന്നു. അതിനു പിന്നാലെ വന്ന തരൂരിന്റെ പ്രശംസയെ കൈയോടെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി പി രാജീവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കിട്ടിയ അവസരം ആഘോഷമാക്കുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തന സമിതി അംഗം കൂടിയായ തരൂരിനെതിരെ ഹൈക്കമാൻഡിനെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് സംസ്ഥാന നേതൃത്വം. നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കി തരൂരും രംഗത്ത് വന്നിരുന്നു. തരൂരിന്റെ ലേഖനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ചില കോൺഗ്രസ് ദേശീയ നേതാക്കളും നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. തരൂർ എന്ത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പറയുന്നതെന്നറിയില്ല എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. ലേഖനം വായിച്ചാൽ അതിനുള്ള മറുപടിയുണ്ടെന്ന് തരൂരും തിരിച്ചടിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ MP, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പാർട്ടി വക്താവ് ജയറാം രമേശ് എന്നിവരും തരൂരിന്റെ നിലപാട് തള്ളിയിരുന്നു. തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിക്ക് സ്ഥിരം തലവേദനയാകുന്നുവെന്നാണ് സംസ്ഥാനത്തെ നേതാക്കളുടെ നിലപാട്. പലപ്പോഴും സംസ്ഥാന നേതാക്കളുടെ നിലപാടുകളെ തരൂർ പിന്തുണയ്ക്കാറില്ല. മുമ്പ് മോദി സർക്കാരിനെ അഭിനന്ദിച്ച് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളും വിവാദമായിരുന്നു. തിരഞ്ഞെടുപ്പുകൾ അടുത്തെത്തുമ്പോൾ സർക്കാരിനെതിരായ ആയുധങ്ങളുടെ മൂർച്ചയില്ലാതാക്കുന്നത് തരൂരിന്റെ പതിവാണെന്നാണ് മറ്റു നേതാക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കർശന നടപടി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന്റെ സമ്മർദ്ദത്തിലാക്കാൻ തന്നെയാണ് സ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. അതേസമയം ഇടയുന്ന കൊമ്പനിൽ നിന്ന് ഇണങ്ങുന്ന കടുവയായി കേരളം മാറുന്നുവെന്ന പ്രശംസയോടെയാണ് തരൂരിന്റെ ലേഖനം ആരംഭിച്ചിരിക്കുന്നത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാമതായി എത്തിയെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ കൊയ്യുന്ന കേരളത്തിന്റെ മുന്നേറ്റം ആഘോഷിക്കപ്പെടേണ്ടതാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അതിശയകരമാണെന്നും 1-2 വർഷം മുൻപ് സിംഗപ്പൂരിലോ അമേരിക്കയിലോ ഒരു കമ്പനി തുടങ്ങാൻ 3 ദിവസമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ത്യയിൽ അത് 114 ദിവസമായിരുന്നു. കേരളത്തിലാകട്ടെ 236 ദിവസവും. എന്നാൽ കേരളത്തിൽ 2 മിനിറ്റ് കൊണ്ട് കമ്പനി തുടങ്ങാനാകുമെന്നും മന്ത്രി പി രാജീവ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് അതിശയകരമായ മാറ്റമാണ്. വ്യവസായ സൗഹൃദാന്തരീക്ഷത്തിൽ കേരളം മുന്നിലെത്തി. AI ഉൾപ്പെടെ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ കേന്ദ്രീകരിക്കുന്ന പുതിയ നയം നടപ്പാക്കി. ഇയർ ഓഫ് എന്റർപ്രൈസസ് ഉദ്യമത്തിലൂടെ 29,000 MSMEകൾ സ്ഥാപിച്ചു. ഈ മാറ്റങ്ങൾ ആഘോഷിക്കപ്പെടേണ്ടതാണ്. 1991 ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായതിന് സമാനമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. സമൃദ്ധിയിലേക്കും വളർച്ചയിലേക്കുമുള്ള പാത മുതലാളിത്തവും സംരംഭകത്വവും പിന്തുണയുമാണെന്നും ചുവപ്പുകൊടികളും സമരങ്ങളുമല്ലെന്നും പശ്ചിമ ബംഗാളിലേതുപോലെ കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റുകൾ തിരിച്ചറിഞ്ഞത് നന്നായെന്ന പരിഹാസത്തോടെയാണ് തരൂരിന്റെ ലേഖനം അവസാനിക്കുന്നത്.